വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 8ാം ഘട്ട കുടുംബ സഹായ വിതരണം നെടുമൺകാവിൽ നടത്തി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 5 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതമാണ് വിതരണം ചെയ്തത്. വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശത്തിന്റെ 8ാം ഘട്ട കുടുംബസഹായ വിതരണ സമ്മേളനം നെടുമൺകാവിൽ നടത്തി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി സമൂഹവുമായി നികുതിയുടെ കാര്യത്തിലൊക്കെ ആണല്ലോ പലപ്പോഴും നമുക്ക് സർക്കാരും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ നികുതി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് സർക്കാരിലേക്ക് തരേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരാണ് ഈ വ്യാപാരികളാണ്. വ്യാപാരികൾ വിൽക്കുന്ന ഓരോ സാധനത്തിനും 5%, 12%, 18%, 28% നികുതി നിരക്കുള്ളതുണ്ട്. 1% അപൂർവം ചില കാര്യങ്ങളുണ്ട്. ആ നികുതി നിരക്കിൽ പണം വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ GST നിയമം അനുസരിച്ച് അതിന് നേരെ പകുതി കേന്ദ്ര ഗവൺമെന്റിലേക്കും നേരെ പകുതി സംസ്ഥാന ഗവൺമെന്റുകളിലേക്കുമാണ് പോകുന്നത്. ഇതാണ് നികുതിയുടെ നിരക്ക് GST സമ്പ്രദായത്തിൽ. അത് ആകെ ശേഖരിക്കുന്നത് ഈ 10,000-കണക്കിന് കോടി രൂപ, ഇന്ത്യയിൽ ആകെ എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ ശേഖരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഖജാൻജിമാർ വ്യാപാരികളാണ്, വ്യവസായികളാണ്. അപ്പൊ ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ, അതിനകത്ത് മേടിക്കുന്ന ഈ ഖജനാവിൽ വെച്ചേക്കുന്നത് മുഴുവൻ ഇങ്ങോട്ട് അടയ്ക്കണം. മരണമടഞ്ഞ 5 വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതമുള്ള കുടുംബസഹായ വിതരണം കൊടുക്കുന്ന സുരേഷ് എം.പി നിർവഹിച്ചു. സജീവ പ്രവർത്തകരായിരുന്ന വിവിധ യൂണിറ്റുകളിൽ സാരഥ്യം വഹിച്ചിരുന്ന 5 പേർ അകാലത്തിൽ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സജീവ പ്രവർത്തകരായി വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിച്ചിരുന്ന 5 വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾക്ക് സ്നേഹവൃക്ഷം എന്ന പദ്ധതിയിലൂടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി, അതായത് മരണാനന്തര ആനുകൂല്യ വിതരണം. കൊല്ലം ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. S. കബീർ, A. അഭിലാഷ്, SS. സുവിത, M. ഇസ്മയിൽ, R. വിജയൻപിള്ള, നവാസ് പുത്തൻവീട്, D. മാമച്ചൻ, S. സാദിഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഓമനക്കുട്ടൻ, TS. ഓമനക്കുട്ടൻ പിള്ള, R. സുനിതകുമാരി, G. തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി V. വിജയൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ K. കൃഷ്ണദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് B. ഉണ്ണികൃഷ്ണപിള്ള നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.